കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ചെറിയ കഥ പറയാൻ പോവാ. ധൈര്യമുള്ള കുരുവി. പച്ചപ്പുള്ള വലിയൊരു കാട്ടിൽ അതിന് അമ്മക്കുരുവിയും ഒരു കുഞ്ഞു കുരുവിയും താമസിച്ചിരുന്നു. ഉയരമുള്ള ഒരു മാവിൻ്റെ മുകളിലായിരുന്നു അവരുടെ ആ കിളിയുടെ കൂട് അവർ താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും അമ്മക്കുരുവി അതിൻ്റെ കുഞ്ഞിന് ഭക്ഷണം കൊണ്ടുവരികയും ചിറകടിച്ച് പറക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, സാധാരണ കിളികൾ പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ. ദിവസം ഉച്ചയോടുകൂടി കറുത്ത മേഘങ്ങൾ ഉരുണ്ടുകൂടി വലിയ ഇടിയും മഴയും തുടങ്ങി. മരങ്ങൾ ആടി ഉളിഞ്ഞു. പെട്ടെന്ന് ഭയങ്കര കാറ്റ് വീശാൻ തുടങ്ങി. അതിൽ ആ കുഞ്ഞു കുരുവിയുടെ കൂട് കാറ്റത്തുനിന്ന് മരക്കൊമ്പന് തെറിച്ച് താഴേക്ക് പതിച്ചു. ഭാഗ്യവശാൽ ആ കുഞ്ഞു കുരുവിക്ക് ഒരപകടവും പറ്റിയില്ല. അതിന്റെ ജീവൻ തിരിച്ചു കിട്ടി. കുഞ്ഞു കുരുവി അമ്മയോട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇനി ഞാൻ എവിടെ താമസിക്കും? ആ കുഞ്ഞു കുരുവിയുടെ കരച്ചിൽ കണ്ട് അമ്മയ്ക്ക് വളരെയധികം സങ്കടം തോന്നി. അമ്മ കുരുവി കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, കരഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല, നമുക്ക് പുതിയൊരു കുഞ്ഞു വീട് പണിയാം, അതല്ലേ നല്ലത്. അടുത്ത ദിവസം മുതൽ അമ്മക്കുരുവിയും കുഞ്ഞു കുരുവിയും വീട് പണിയാനുള്ള സാമഗ്രികൾ പെറുക്കി. കുഞ്ഞുകുരുവി ചെറിയ കമ്പുകളും പഞ്ഞികളും കുഞ്ഞിലകളും പെറുക്കിക്കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ആദ്യം അത് പണിത വീട് വീണ്ടും തകർന്നു പോയി കൂട്ടുകാരെ. എന്നിട്ടും ആ കുഞ്ഞു കുരുവി നിരാശപ്പെട്ടില്ല. വീണ്ടും അതിൻ്റെ പരിശ്രമം ശ്രമിച്ചുകൊണ്ടിരുന്നു. തെറ്റുകളൊക്കെ മനസ്സിലാക്കി തെറ്റുകളൊക്കെ തിരുത്തി വീണ്ടും നല്ല അടിപൊളി കൂട് പണിയാൻ തുടങ്ങി. അതായത് നല്ല ഉറച്ച രീതിയിൽ പണിയാഞ്ഞിട്ടാണ് ആ കൂട് തകർന്നു പോയത്. ഇനി എങ്ങനെ ഉറച്ച രീതിയിൽ പണിയാന്നുള്ള പാഠം അത് പഠിച്ചു. കാട്ടിലെ ചില പക്ഷികൾ അതിനെ കളിയാക്കി, ഇത്ര ചെറിയ കുഞ്ഞു കിളി എങ്ങനെ കൂട് പണിയും എന്ന് പറഞ്ഞ് ആ കൂട്ടുകാർ അവരെ കളിയാക്കി. എന്നാൽ തൊട്ടടുത്തിരുന്ന മൂങ്ങക്കിളി പറഞ്ഞു, പരിശ്രമിക്കുന്നവരാണ് വിജയിക്കുന്നത്, നിരന്തരമായ പരിശ്രമം വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ആ മൂങ്ങ ആ കുഞ്ഞു കിളിയോട് പറഞ്ഞു. പല ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം ആ കുഞ്ഞു കുരുവി അതിമനോഹരമായ നല്ല ഉറപ്പുള്ള ഒരു അടിപൊളി വീട് പണിതു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിശക്തമായ കൊടുങ്കാറ്റ് വീശി. പ്രാവശ്യം കൊടുങ്കാറ്റ് വീശെങ്കിലും ആ കുഞ്ഞു കുരുവിയുടെ വീട് അവിടെ തന്നെ ഉറച്ചു നിന്നു. കണ്ട് മറ്റു പക്ഷികൾ അത്ഭുതപ്പെട്ടു പോയി. ഇത്ര ഉറപ്പുള്ള വീട് എങ്ങനെ ഈ കുഞ്ഞുകുരുവിയെ പണിത്? കുഞ്ഞുകുരുവി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ആദ്യത്തെ പരാജയം എന്നെ തോൽപ്പിച്ചില്ല. കൂടുതൽ ശ്രദ്ധയോടെയും ക്ഷമയോടെയും കൂടി തൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അത് പഠിപ്പിച്ചു. അന്നു മുതൽ ആ കാട്ടിലെ എല്ലാ പക്ഷികൾക്കും ആ കുഞ്ഞു കുരുവിയുടെ പ്രവർത്തനം, ആ കഠിനാധ്വാനം മറ്റു പക്ഷികൾക്കും ഒരു പ്രചോദനമായി. ഗുണമാനം എന്താണെന്ന് അറിയണ്ടേ കൂട്ടുകാരെ? ജീവിതത്തിൽ തടസ്സങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് കൂട്ടുകാരെ. എന്നാൽ ക്ഷമയും പരിശ്രമവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഏത് കാര്യവും നമ്മൾ ഉന്നത വിജയത്തിലെത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഈ കഥയുടെ സാരം. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങൾ ഒരു ചെറിയ പരാജയം സംഭവിച്ചു എന്നാൽ ഉടൻ തന്നെ നമ്മൾ നിരാശപ്പെടുകയല്ലേ ചെയ്യണ്ടേ? പാലത്ത് അത് എടുത്തു ചാടി അല്ലെങ്കിൽ പോയി ചാകാനൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ കാണിക്കുന്നത്. അതൊന്നുമല്ല ഇന്നത്തെ കാലം. നമ്മൾ കഠിനാധ്വാനത്തോടുകൂടി പരിശ്രമിച്ചാൽ വിജയം നമുക്ക് ഉറപ്പാണ് കൂട്ടുകാരെ. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ വലുതാകാൻ വേണ്ടി ദൈവം കാണിച്ചിരുന്ന അവസരങ്ങളാണ്. ഓരോ പ്രശ്നത്തിലും മുന്നോട്ട് പോയാലേ നമുക്ക് കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ സാധിക്കത്തുള്ളൂ. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേ നിരാശപ്പെട്ട് വീട്ടിലിരിക്കുകയല്ലേ ചെയ്യണ്ടേ? അതിൽ പല കുഞ്ഞുങ്ങളും ചാകാനൊക്കെ പോകുന്ന കാണാം. ഇതൊന്നും ആവശ്യമില്ല കൂട്ടുകാരെ. നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ തന്നെ കണ്ടില്ലേ പത്രത്തിൽ, നാല് പേര് വിഷമടിച്ച് മരിച്ചു എന്ന് പറയും. ഇന്നലത്തെ പത്രത്തിൽ കിടപ്പുണ്ട്. അതിൽ ഒരു കൊച്ചു മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ പരിശ്രമിച്ചാൽ നടക്കത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ സഹായിക്കും. നമ്മൾ പരിശ്രമിക്കണം, ഇറങ്ങിത്തിരിക്കണം. നമുക്ക് കഴിവുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, നാക്കുണ്ട്. ഇതെല്ലാം നമുക്ക് പരിശ്രമിക്കാനുള്ള അവയവങ്ങളാണ്. ഇതുപയോഗിച്ച് സംസാരിച്ച് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാം. അതിന് പകരം നിരാശപ്പെട്ട് മരണത്തിന് കീഴടങ്ങുകയല്ല ചെയ്യട്ടെ. അതിൽ നമ്മൾ പരാജയപ്പെടുകയാണ് കൂട്ടുകാരെ. ഇതിൽ നല്ല മുന്നേറി നമ്മൾ ഉന്നതങ്ങളിൽ എത്താനുള്ള പരിശ്രമം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് പറയുകയാണ് കൂട്ടുകാരെ.